വത്തഖൂ യൗമൻ ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ വലാ യുഖ്ബലു മിൻഹാ ശഫാഅ വലാ യുഖദു മിൻഹാ അദ്ലു വലാ ഹും യുൻസറൂൻ. ഒരാൾക്കും മറ്റൊരാൾക്കൊരു ഉപകാരവും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ദിവസം, ഒരു ശുപാർശയും സ്വീകരിക്കാത്ത ദിവസം, ഒരു ഒഴിവുകഴിവും സ്വീകരിക്കപ്പെടാത്ത ദിവസം, ഒരു സഹായവുമില്ലാത്ത ദിവസം. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി. മനുഷ്യൻ ഉമ്മയിൽ നിന്ന് ഓടിയകലുന്ന ദിവസം, ബാപ്പയിൽ നിന്ന് ഓടിയകലുന്ന ദിവസം, സഹോദരന്മാര് പരസ്പരം ഓടിയകലുന്ന ദിവസം. ഈ ദുനിയാവിലെ സകലരെയും പകരം കൊടുത്താലും ഞാനൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയിരുന്നെങ്കിലെന്ന് ഓരോ മനുഷ്യരും തീവ്രമായി ആഗ്രഹിച്ചു പോകുന്ന ദിവസം. ആ ദിവസത്തിന്റെ ഭയാനകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടനവധി ഹദീസുകളിലൂടെയും പരിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് ആയത്തുകളിലൂടെയും നമുക്ക് പറഞ്ഞു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലേറ്റവും ഭയാനകത അവിടുത്തെ അനിശ്ചിതത്വം തന്നെയാണ്. ആ അനിശ്ചിതത്വമാണ് മനുഷ്യനെ അങ്ങേയറ്റം ഭയപ്പെടുത്തുന്നതും. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എപ്പോഴാണ് ഇതൊന്ന് തീരുക? അവസാനം മനുഷ്യൻ ഏത് രൂപത്തിലെത്തുന്നറിയോ? ഒന്നുകിലും നരകത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ, എവിടേക്കെങ്കിലും ഒന്ന് എത്തണം, എന്തെങ്കിലും ഒന്ന് തീരുമാനമാവണം. അങ്ങനെയാണ് മനുഷ്യകുലം മുഴുവൻ ആദം അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് അവസാനത്തെ പ്രവാചകൻ വരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരെയുള്ള പ്രവാചകന്മാരുടെ അടുത്ത് പോയിട്ട് ശുപാർശക്ക് വേണ്ടി പറയുന്നത്. ആരും തയ്യാറാകുന്നില്ല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തയ്യാറാവാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിലേക്ക് വീഴാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നു, ഞാൻ ആ സുജൂദിലേക്ക് പോകുന്ന സമയത്ത് അവിടെ വെച്ച് എന്ത് ചൊല്ലണമെന്ന് ഇപ്പോ എനിക്കറിയില്ല, അവിടെ പടച്ചോൻ എനിക്ക് പഠിപ്പിച്ചു തരും, അതനുസരിച്ച് ഞാൻ ചൊല്ലും, ഞാൻ പ്രാർത്ഥിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ പ്രാർത്ഥന സ്വീകരിക്കും, വിചാരണക്കായി വരും. വല്ലാത്ത അവസ്ഥയാണ് പ്രിയപ്പെട്ടവരവിടെ. ഉലുൽ അസ്മിൽപ്പെട്ട അമ്പിയാക്കൾ പോലും പേടിച്ചു വിറച്ചു നിൽക്കുന്ന അവസ്ഥ. ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യൂസിഖു വസാഖഹു അഹദ്. അന്നേ ദിവസം പടച്ചോൻ കോപിക്കുന്നത് പോലെ ഒരാളും കോപിക്കൂല. അള്ള പിടിക്കുന്നത് പോലെ, അള്ള ശിക്ഷിക്കുന്നത് പോലെ ഒരാളും ഇന്ന് വരെ ശിക്ഷിച്ചിട്ടുമില്ല, ശിക്ഷിക്കുകയുമില്ല. അത്രമാത്രം കോപാകുലനായിരിക്കും റബ്ബ് സുബ്ഹാനഹു വ തആല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ ഹശ്റിന്റെ മൈതാനിയിൽ സൂര്യൻ അടുത്തേക്ക് കൊണ്ടുവരപ്പെടും. ആ സൂര്യന്റെ ചൂടിൽ പാപത്തിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് മനുഷ്യർ കണങ്കാല് വരെയും മുട്ടുവരെയും മരവരെയും പിരടി വരെയുമെല്ലാം വിയർപ്പിൽ മുങ്ങിയിട്ടുണ്ടാവും. അവിടെയാണ് നമ്മൾ പറഞ്ഞ ചില VIP-കൾ നമ്മൾ പരിചയപ്പെടേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ചില VIP-കൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ആരാണ് VIP-കൾ? മഷ്ഹൂറായ ഒരു ഹദീസാണ്, പ്രസിദ്ധമായ ഹദീസാണ്, നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ കേൾക്കുന്ന ഹദീസ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ സബഅ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. 7 വിഭാഗം മനുഷ്യർ, 7 ആളുകൾ. യുദില്ലുഹുമുല്ലാഹ്, അല്ലാഹു അവർക്ക് തണൽ നൽകും, സാന്ത്വനം നൽകും, സംരക്ഷണം നൽകും, പ്രിവിലേജ് നൽകും, ഡിഗ്നിറ്റി നൽകും. യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. ഏത് ദിവസം? അവന്റെ തണലല്ലാതെ, അവന്റെ ഇസ്സത്തല്ലാതെ, അവന്റെ സാന്ത്വനമല്ലാതെ മറ്റൊരു സാന്ത്വനവുമില്ലാത്ത ഭയാനകമായ ആ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തിന്റെ ഭയാനകതയിൽ നിന്ന് 7 ആളുകൾ അങ്ങോട്ട് മാറ്റി നിർത്തും. എവിടേക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹുവിന്റെ അർശിന്റെ തണലിലേക്ക്, പടച്ച റബ്ബിന്റെ സിംഹാസനത്തിന്റെ സ്വാന്തനത്തിലേക്ക് ഈ 7 വിഭാഗം ആളുകളെ മാറ്റി നിർത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അർശിന്റെ തണൽ പ്രവാചകന്മാർക്ക് വേണ്ടി മാത്രം അല്ലാഹു മാറ്റിവെച്ചിട്ടില്ല, സ്വഹാബികൾക്ക് വേണ്ടി മാത്രം അല്ലാഹു മാറ്റിവെച്ചിട്ടില്ല, മുൻകഴിഞ്ഞുപോയ മഹാരഥന്മാരായ മനുഷ്യർക്ക് വേണ്ടി മാത്രം അല്ലാഹു മാറ്റിവെച്ചിട്ടില്ല. മറിച്ച് ഖിയാമത്ത് നാൾ വരെ ജനിക്കാനിരിക്കുന്ന ഓരോ മുസ്ലിമിനും എത്തിപ്പിടിക്കാൻ പാകത്തിൽ ആ വലിയൊരു സ്ഥാനത്തെ, ആ വലിയൊരു ഔദാര്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി നിർത്തി എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 7 വിഭാഗത്തെ എണ്ണി പറയുന്നു. ഒന്നാമതായി പറഞ്ഞത് അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരി. നീതി എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവമാണ്. കാരണം വലത് കൈകൊണ്ട് നമ്മൾ നീതി എടുക്കുമ്പോൾ ഇടത് കൈകൊണ്ട് നമ്മൾ മാറ്റിവെക്കേണ്ട ഒരുപാട് സംഗതികളുണ്ട്. നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ വികാരങ്ങൾ,
കരുണ, സ്നേഹം, സുഹൃത്ത് ബന്ധങ്ങൾ, ഉമ്മ, വാപ്പ, അനുജന്മാര്, അനുജത്തിമാര് എന്നിങ്ങനെയുള്ള സകല പരിഗണനകളെയും ഇടത് കൈകൊണ്ട് മാറ്റിവെച്ചിട്ട് വേണം നീതി എന്ന് പറയുന്ന ആ ഒരു വലിയ സംഭവത്തെ നാം മുന്നിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി. നീതിമാന്മാരായ ആളുകൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള സംഗതികളൊന്നും അവരെ കൊണ്ട് പരിഗണിക്കാൻ കഴിയില്ല. നിങ്ങൾ വിചാരിക്കും കരുണയും നീതിയൊക്കെ ഏകദേശം ഒരു തുലാസിൽ വരുന്ന സാധനം. അല്ല, കരുണയും നീതിയും രണ്ട് പക്ഷത്ത് നിൽക്കുന്ന പല സന്ദർഭങ്ങളും വരും. ദരിദ്രനായ ഒരു മനുഷ്യൻ വിശപ്പ് കൊണ്ട് മോഷ്ടിച്ചു, ന്യായാധിപന്റെ അടുത്ത് കേസ് വരികയാണ്. സാധാരണഗതിയിൽ കരുണയോടെ വിധിക്കലാണെങ്കിൽ വിശപ്പ് കൊണ്ടല്ലേ, ജീവൻ നിലനിർത്താനല്ലേ, സാരില്ല എന്ന് പറഞ്ഞ് വിടലാണ് കരുണ. പക്ഷെ നീതിയുടെ പക്ഷം അതല്ല, നീതിയുടെ ഭാഷ്യം അതല്ല. അവൻ തെറ്റുകാരനാണ്, അവൻ ശിക്ഷിക്കപ്പെടണം എന്നതാണ് നീതിയുടെ ഭാഷ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നീതിയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സൂറത്തുൽ നിസായിലും സൂറത്തുൽ മാഇദയിലും എല്ലാം അല്ലാഹു സംസാരിക്കുന്നുണ്ട്. അല്ലാഹു പറയാൻ, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത് വലൗ അലാ അൻഫുസികും വൽ വാലിദൈനി വൽ അഖറബീൻ إن يكن غنيا أو فقيرا فالله أولى بهما. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുക. എങ്ങനെയാണ് അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളേണ്ടത്? നിങ്ങൾ നീതിയുടെ പക്ഷക്കാരാവുക. വലൗ അലാ അൻഫുസികും, അത് നിങ്ങളുടെ സ്വന്തത്തിനെതിരായാലും ശരി, അബിൽ വാലിദൈൻ, നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരായാലും ശരി, വൽ അഖറബീൻ, നിങ്ങളുടെ സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും എതിരായാലും ശരി, ഇയകുൻ ഗനിയൻ ഔ ഫഖീറാ, പണക്കാരനെതിരായാലും ശരി, ദരിദ്രനെതിരായാലും ശരി, നിങ്ങൾ നീതിയുടെ പക്ഷത്ത് ശക്തമായി നിലകൊള്ളുക എന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ ഇഅ്ദിലൂ ഹുവ അഖറബു ലിത്തഖ്വാ. സത്യവിശ്വാസികളെ, ഒരു ജനതയോടുള്ള നിങ്ങളുടെ വൈരാഗ്യമോ ഒരു ജനതയോടുള്ള നിങ്ങളുടെ വിരോധമോ അവരോട് നീതി കാണിക്കുന്നതിൽ നിന്ന് ഒരിക്കലും നിങ്ങളെ പിന്തിരിപ്പിച്ചു കളയരുത്. ഹുവ അഖറബു ലിത്തഖ്വാ, അതാണ് സൂക്ഷ്മതയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഇവിടെ പരിശുദ്ധ ഖുർആന്റെ വചനം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. നീതി എന്ന് പറഞ്ഞാൽ അന്ധമാണ്. ലേഡി ജസ്റ്റിസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, എല്ലാ കോടതികളിലും കണ്ണുകെട്ടിയിട്ടാണ്, അവിടെ യാതൊരു പരിഗണനയുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ പുലർത്തിപ്പോന്ന ഒന്ന് തന്നെയാണ് നീതി. മഹാരഥന്മാരായ ആളുകൾ, വലിയ വലിയ രാഷ്ട്രീയക്കാർ, സാമൂഹ്യ നേതാക്കൾ, അവരൊക്കെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തെ വിലയിരുത്തിയപ്പോ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് എടുത്തു പറഞ്ഞത് കൊടുങ്കാറ്റിലും ഇളകിപ്പോകാത്ത നീതി നിർവഹണമാണ്. ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത്. മഖ്സൂമിയ ഗോത്രത്തിൽപ്പെട്ട ഉയർന്നൊരു ഗോത്രം, ആ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഒരു മോഷണം നടത്തി. സംഗതിയെല്ലാം തെളിഞ്ഞു. ആ സ്ത്രീയുടെ കൈ വെട്ടണം എന്നൊരവസ്ഥ എത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ഒരു സഹാബിയുണ്ട്, ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. പ്രവാചകന് ഇഷ്ടമാണ് അദ്ദേഹത്തെ. പ്രവാചകന് വല്ലാത്ത വാത്സല്യവും സ്നേഹവുമാണ് ഉസാമയോട്. ഉസാമയെ കണ്ടിട്ട് ഈ ഗോത്രക്കാര് പറഞ്ഞു, ഒന്ന് റസൂലിനോട് റെക്കമെൻഡ് ചെയ്യണം, ഒന്ന് ശുപാർശ ചെയ്യണം, ഒന്ന് ശിക്ഷ അളവ് വരുത്താൻ. കാരണം ഒരു കൈ പോകുന്ന പ്രശ്നമല്ല, ഒരു ശിക്ഷ നടപ്പാക്കുന്ന പ്രശ്നമല്ല. അതെങ്ങാനും നടപ്പാക്കിയ പിന്നെ ഈ തറവാടിന്റെ പേര് ദുഷിച്ചു പോവാൻ, ഈ തറവാടിന്റെ പേര് നഷ്ടപ്പെട്ടു പോവാൻ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, റസൂലിനോടൊന്ന് പറയണം, ഒന്ന് ശുപാർശ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വന്ന് ശുപാർശ ചെയ്തു. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പ്രസിദ്ധമായ ഒരു വാക്കുണ്ട്. ആ വാക്കെന്താണ്? ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സറഖത്, മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിലും ലഖതഅതു യദഹാ, അവളുടെ കൈയും ഞാൻ വെട്ടുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ തറവാട് പരിഗണിച്ചില്ല, പേരും പരിമയും പരിഗണിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നീതിയുടെ പക്ഷത്ത് നിന്നു എന്നുള്ളതാണ്. പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷം ലോകം മുഴുവൻ അംഗീകരിച്ച, ലോകം മുഴുവൻ ആശീർവദിക്കുന്ന, ലോകം മുഴുവൻ അഭിനന്ദിക്കുന്ന വലിയ നീതിമാനായ ഒരു ഭരണാധികാരിയുണ്ട്. പേര് പറയാതെ തന്നെ ആ ഭരണാധികാരിയെക്കുറിച്ച് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ, നീതിമാന്മാരായ ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചില ക്വാളിറ്റികളുണ്ട്. എന്നറിയോ? അവർക്ക് പേടിയുണ്ടാവില്ല, ഭയമുണ്ടാവില്ല, ആരെയും അവർ ഭയക്കില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ തന്നെയാണ് പറഞ്ഞത്. ഉമർ അള്ളാന്റെ ജീവിതം നിങ്ങൾ എടുത്തു നോക്ക്. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പും അദ്ദേഹം നീതിമാനായിരുന്നു, നീതിയോടുകൂടി വർത്തിച്ചിരുന്നു.
ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകൾക്കെതിരെ ഏത് രീതിയിൽ നടപടികൾ എടുക്കണമെന്ന് ഉമറിനോട് ചോദിക്കപ്പെട്ടപ്പോൾ ഉമർ പറഞ്ഞത് എന്താണെന്നറിയോ? എന്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചാൽ അവനെ കൈകാര്യം ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു, മറ്റുള്ളവരുടെ കുടുംബത്തിലേക്ക് ഇടപെടാൻ എനിക്ക് കഴിയില്ല എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അവിടുന്ന് അങ്ങോട്ട് ഖലീഫ ഉമറിന്റെ ജീവിതം നിങ്ങളൊന്ന് എടുത്തു പരിശോധിച്ചു നോക്ക്. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോ അർക്കമിന്റെ വീട്ടിൽ പോയിട്ട് രഹസ്യമായിട്ടാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന മക്കയിലെ പ്രമാണിമാരായ ആളുകളുടെ അടുത്തേക്ക് ചെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഞാനും ഇസ്ലാം സ്വീകരിച്ചു, ഞാൻ ഇസ്ലാം സ്വീകരിച്ചു, നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത്, എന്താണ് എന്നെ ചെയ്യാനുള്ളത്? മാത്രമല്ല അവരുടെ ദർബാറിലേക്ക് പോയിട്ട് അവിടെ വെച്ചും പ്രഖ്യാപിച്ചു ഉമർ റളിയല്ലാഹു അൻഹു ഞാൻ ഇസ്ലാം സ്വീകരിച്ചു. അവിടെ തല്ലുണ്ടായി, പ്രശ്നമുണ്ടായി, ഇടിയും ഒന്നും തല്ലുണ്ടായി. ഉമർ റളിയല്ലാഹുവിന്റെ ഒരു ക്യാരക്ടറാണ് അത്. അദ്ദേഹം നീതിമാനാണ്, സത്യത്തിന്റെ പക്ഷത്താണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭയമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണത്തോടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളോട് മക്കയിലേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞത്. 2 വരിയായിട്ട്, ഒരു വരിയുടെ മുന്നിൽ ഉമർ റളിയല്ലാഹു അൻഹു, മറ്റേ വരിയുടെ മുന്നിൽ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹ്ദാനിയത്തിന്റെ കലിമ ഉച്ചരിച്ചുകൊണ്ട് മക്കയുടെ തെരുവീതികളിലൂടെ നടക്കുമ്പോ ചില യുവാക്കൾ അവരെ എതിർക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. അബൂജഹലും ഉത്ബത്തും ഷൈബത്തും ഒക്കെ അവരെ തടഞ്ഞിട്ട് പറഞ്ഞു, വേണ്ട, ഫീഹിം ഉമർ വഹംസ, അതിൽ ഉമറും ഹംസയുമുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് നേരിടാൻ കഴിഞ്ഞോണമെന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് മാറി നിൽക്കാം, അവരെ വെറുതെ വിട്ടേക്കോ. എന്നിട്ട് ആ ജാഥ, ആ വരിയായി മുദ്രാവാക്യം വിളിച്ചു പോയത് അത് സുന്ദരമായി പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹുവിന്റെ ഹിജ്റ പോക്ക് പ്രസിദ്ധമാണ്. എല്ലാവരും ഒളിഞ്ഞും പാത്തിയും രാത്രിയും ഒക്കെയാണ് ഹിജ്റ പോയത്. പക്ഷേ ഉമർ റളിയല്ലാഹു ഹിജ്റക്ക് വേണ്ടി തയ്യാറെടുത്തപ്പോ അവിടെ മക്കയിൽ അവിടെ കൊടുമ്പിരി കൊള്ളുന്ന മുശ്രിക്കുകൾ മുഴുവൻ കൂടി നിൽക്കുന്ന ആ ദർബാറിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ പോവാണ് മദീനയിലേക്ക്, ഉമ്മയുടെ മുലപ്പാല് കുടിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ തടയാൻ മക്കയുടെ പ്രാന്തപ്രദേശത്തേക്ക് വന്നുകൊള്ളുക എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോയത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത് കാണാമായിരുന്നു. നമുക്ക് പേർഷ്യയിൽ നിന്ന് ഒരാൾ വരികയാണ് ഉമർ റളിയല്ലാഹുവിനെ കാണാൻ. ഏത് ഉമറിനെ? ലോകം മുഴുവൻ സ്മരിക്കുന്ന, ലോകം മുഴുവൻ അഭിനന്ദിക്കുന്ന, പേരുകേട്ട പേരും പെരുമയുമുള്ള മദീനയിലെ രാജാവ്, സുൽത്താൻ, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബിനെ കാണാൻ പേർഷ്യയിൽ നിന്ന് ഒരാൾ വരികയാണ്. അയാൾ മദീനയുടെ പ്രാന്തപ്രദേശത്ത് ചോദിച്ചു, എവിടെയാണ് ഉമർ? ഉമറിന്റെ കൊട്ടാരം എവിടെയാണ്? അവിടെ ഒരു കുട്ടി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് അയാളെ കൂട്ടിക്കൊണ്ടുപോവാൻ. അയാൾ വിചാരിച്ചു വലിയ കൊട്ടാരത്തിലേക്കായിരിക്കും, പരിവാരങ്ങളുടെ നടുവിലിരിക്കുന്ന ആ ആജാനുബാഹുവായ ഘനഗംഭീരനായ ആ മനുഷ്യനെ കാണാൻ പ്രതീക്ഷിച്ചിട്ട് വരികയാണ്. ആ സമയത്ത് ഈ കുട്ടി ആ പേർഷ്യക്കാരനെ കാണിച്ചു കൊടുക്കാൻ മരത്തണലിൽ കിടന്നുറങ്ങുന്ന ഉമറിനെ അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഹക്കംത അദൽത അമിൻത ഫനിംത റസീഖൽ ബാൽ. അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹം. ലോകത്തിന്റെ സപ്തസാഗരങ്ങൾ കടന്നിട്ട് വരെ മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ കീർത്തി പരന്നിട്ടുണ്ട് ആ സമയമാകുമ്പോഴേക്ക്. എന്നിട്ടും അദ്ദേഹം കിടന്നുറങ്ങുന്നത് ഈ മരത്തണലിലാണ്. അദ്ദേഹം പറയാൻ, ഹക്കംത അദൽത, നീതിപൂർവം താങ്കൾ ഭരിച്ചു, അമിൻത ഫനിംത റസീഖൽ ബാൽ, അങ്ങ് നിർഭയത്വത്തോടുകൂടി ഈ മരത്തണലിൽ അങ്ങയുടെ കൈവെള്ള തലയണയാക്കിക്കൊണ്ട് കിടന്നുറങ്ങി എന്ന് അദ്ദേഹം പാടി എന്നാണ് ഉമർ റളിയല്ലാഹു നോക്കി. എന്താ ഉമർ റളിയല്ലാഹു അങ്ങനെ കിടന്നുറങ്ങാൻ കാരണം? രാത്രികളിൽ ഉറക്കമുണ്ടായിരുന്നില്ല ആ മനുഷ്യന്. രാത്രി റോന്തു ചുറ്റുമായിരുന്നു. ഓരോ വീടുകളുടെയും, തന്റെ രാജ്യത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലും തന്റെ രാജ്യത്തിന്റെ വീടുകളിലുമുള്ള ക്ഷേമം അന്വേഷിച്ചുകൊണ്ട്, അവിടെയുള്ള ആളുകളുടെ നിജസ്ഥിതികൾ അന്വേഷിച്ചുകൊണ്ട് ഉറങ്ങാതെ നീതിമാനായ ഭരണാധികാരി നടന്നു. ഉറങ്ങാതെ ആ ഉറക്കമായിരുന്നു മരത്തണലിൽ ഉമർ റളിയല്ലാഹു അൻഹു പകൽ സമയങ്ങളിൽ കിടന്നുറങ്ങി തീർത്തിരുന്നത്. ഇമാമുൽ ആദിൽ, വലിയൊരു ജിഹാദാണത്. ഇനി ഇമാമുൽ ആദിലായി തീരണമെങ്കിൽ നമുക്ക് ഭരണം കിട്ടണമെന്നൊന്നുമില്ല, പഞ്ചായത്ത് പ്രസിഡന്റ് ആവണമെന്നില്ല. സ്വന്തം ജീവിതത്തിൽ നാം ഓരോരു ഇമാമുൽ ആദിലാണ്, ഇമാമാണ്, കുടുംബത്തിന്റെ ഇമാമാണ്, സംഘടനയുടെ ഇമാമാണ്, പള്ളിയുടെ ഇമാമാണ്. അവിടെ ഇമാമുൽ ആദിൽ ആയി മാറാൻ നമുക്ക് കഴിയണം. നീതിമാനായ ഭരണാധികാരി, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവൻ, അവരെയാണ് ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പറഞ്ഞത്. രണ്ടാമതായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വശാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബിഹി. രണ്ടാമതായി ഒരു യുവാവാണ്. ആ യുവാവ് അവന്റെ റബ്ബിന്റെ ഇബാദത്തിൽ, അവന്റെ രക്ഷിതാവിന്റെ ഇബാദത്തിലായി വളർന്നു വന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു കാര്യത്തിന്, ഈ ഒരു കാറ്റഗറിക്ക് ഒരു പ്രത്യേകത എന്തറിയോ? ഈ കൂട്ടത്തിലിരിക്കുന്ന വയസ്സന്മാർക്ക് ഒരിക്കലും ഈ കാറ്റഗറി എത്തിപ്പിടിക്കാൻ കഴിയില്ല. ഇത് റിസർവ്ഡ് ആണ്. കേൾക്കുന്ന യുവാക്കൾക്ക് മാത്രം എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു കാറ്റഗറിയാണിത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങൾ ഈ വിഷയം, ഈ ഒരു അവസരം ഒരിക്കലും നിങ്ങൾക്ക് തള്ളിക്കളയരുത്. ജീവിതത്തിൽ 2 ഘട്ടങ്ങളുണ്ട് മനുഷ്യന്റെ. രണ്ടാമത്തെ ഘട്ടം ഏതാണെന്നറിയോ?
ഫോൺ എടുത്തിട്ട് ആരാ വിളിക്കുന്നില്ലല്ലോ, ആരും വിളിക്കുന്നില്ലല്ലോ, ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ടിരുന്നെങ്കിൽ കുറച്ചു നേരം ഒന്ന് സംസാരിക്കായിരുന്നു എന്നൊക്കെ മനുഷ്യൻ അറിയാതെ ആഗ്രഹിച്ചു പോകുന്ന, എല്ലാവരാലും അവഗണിക്കപ്പെടുന്ന, ബോറടിച്ച് ജീവിതം തള്ളി നിൽക്കുന്ന ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ സമൂഹത്തിന് വേണ്ടേണ്ടാകുമ്പോ, കുടുംബത്തിന് വേണ്ടേണ്ടാകുമ്പോ, സംഘടനയ്ക്ക് വേണ്ടേണ്ടാകുമ്പോ നേതൃപദവിയിൽ നിന്ന് മെല്ലെ താഴേക്ക് വലിച്ചിറക്കപ്പെടുമ്പോ മെല്ലെ പള്ളിയിലേക്ക് നടന്നു വരും. പിന്നെ സ്ഥിരമായിട്ട് ഒന്നാമത്തെ സഫിലുണ്ടാവും. അപ്പോഴല്ല, 24 മണിക്കൂറും നിർത്താതെ നിന്റെ ഫോൺ റിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ, ആളുകൾക്ക് നിന്നെ അവസ്ഥയുണ്ടാകുമ്പോ, കച്ചവടത്തിന്റെയും ഇടപാടുകളുടെയും സംഘടനാ പ്രവർത്തനത്തിന്റെയും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും നടുത്തളത്തിൽ നീ തിരക്കിലായിരിക്കുമ്പോ അവിടെ വെച്ച് ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാ, നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന പടച്ച റബ്ബിന്റെ വിളി കേൾക്കുമ്പോ എല്ലാം മാറ്റിവെച്ച് എന്റെ റബ്ബാണ് വലുത്, അല്ലാഹു അക്ബർ, എന്റെ റബ്ബാണ് വലുത് എന്ന് മനസ്സിലാക്കി വരാൻ നിനക്ക് കഴിയുന്നുണ്ടോ? ആ യുവാക്കൾക്കാണ് ഈ ഒരു സ്ഥാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെയാണ് വേണ്ടതും പ്രിയപ്പെട്ടവരെ. അല്ലാതെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ നീ അവിടേക്ക്, പടച്ചോനാടെ നിൽക്ക്, എനിക്കിവിടെ കച്ചവടമുണ്ട്, എന്റെ ഏർപ്പാടുകളുണ്ട്, എന്റെ സംഘടനാ പ്രവർത്തനങ്ങളുണ്ട്, എന്റെ രാഷ്ട്രീയ പ്രവർത്തനം, ഇതൊക്കെ കഴിയട്ടെ, എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുമ്പോൾ ഞാൻ വന്ന് നിസ്കരിക്കാം. അങ്ങനെ ഒരു യുവത്വത്തെയല്ല ഇവിടെ പറഞ്ഞത്. എല്ലാത്തിനേക്കാളും റിജാലുല്ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാഹ് വഈതാഇസ് സകാഹ്. ചില ആളുകളുണ്ട്, അവരെ അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന് അവരുടെ കച്ചവടമോ അവരുടെ കളി വിനോദങ്ങളോ അവരുടെ ഏർപ്പാടുകളോ തള്ളിക്കളയുകയില്ല, മാറ്റി നിർത്തുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആ ആളുകൾ, അവരെക്കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടാൻ നിങ്ങൾ ശ്രമിക്കണം. യുവത്വം അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാവണം. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും പല്ലിന്റെ ഒരു മൂലയിൽ വന്നിരുന്നിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഖുർആൻ ഓതി നിസ്കരിച്ച് നോമ്പെടുത്ത് അല്ല. അങ്ങനെ ഒരു രീതി ഇസ്ലാം പഠിപ്പിക്കുന്നുമില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക, ജമാഅത്ത് കൃത്യമായി നമസ്കരിക്കുക, സുന്നത്ത് നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുക, പാപങ്ങളിൽ നിന്ന് പടച്ചോനെ ഭയന്നിട്ട് മാറി നിൽക്കുക, പരിശുദ്ധ ഖുർആനുമായി അഭേദ്യമായ ബന്ധമുണ്ടാക്കുക. അതുമാത്രമേ ആവശ്യമുള്ളൂ. 24 മണിക്കൂർ വിവാദത്തിലായി എന്നൊന്നും ആരും പഠിപ്പിച്ചു തന്നിട്ടൊന്നുമില്ല. ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നുമില്ല. അങ്ങനെയുള്ള യുവാക്കളെയാണ് രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പറഞ്ഞത്. മൂന്നാമതായി പ്രവാചകൻ പറയാണ്, വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്. ഈ കാറ്റഗറിയിൽ ആർക്കും ഉൾപ്പെടാം. ഒരാൾ അദ്ദേഹത്തിന്റെ ഹൃദയം പള്ളിയുമായി കെട്ടുപണഞ്ഞു കിടക്കുകയാണ്. ചില ആളുകളെ കണ്ടിട്ടില്ലേ, അത്ഭുതം തോന്നിപ്പോവും. അവർ ജനിച്ചത് തന്നെ പള്ളിയെ സേവിക്കാനാണ് നമുക്ക് തോന്നിപ്പോവും. പള്ളിക്ക് എന്തെങ്കിലും ഒരു തകരാറ് വന്നാൽ, പള്ളിക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം വന്നാൽ, പള്ളിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവരുടെ വീടുകളിൽ വരുന്ന പ്രശ്നങ്ങളെക്കാൾ അവരെ ആലോചനപ്പെടുത്തിക്കൊണ്ടിരിക്കും, അവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ ഒരു യാത്ര കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആദ്യം പള്ളിയിലേക്കാണ് വരിക. എന്നിട്ട് അവിടുന്ന് കുടുംബത്തെ അറിയിച്ചിട്ടാണ് പിന്നീട് വീട്ടിലേക്ക് പോവുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പള്ളിയുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ടാക്കാൻ നമുക്ക് കഴിയണം. നാം സമാധാനത്തിന് വേണ്ടി വന്നിരിക്കുന്നത്, സംസാരത്തിന് വേണ്ടി വന്നിരിക്കുന്നത് ഏതെങ്കിലും ക്ലബ്ബുകളിലാവരുത്, നമ്മുടെ പള്ളികളിലായിരിക്കണം. പള്ളികളിൽ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് സമാധാനം ലഭിക്കണം. അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ വരുമ്പോ നമ്മുടെ വീടുകളിലേക്ക് പോകുന്ന ഒരു ഗൃഹാതുരത്വം നമുക്ക് ഫീൽ ചെയ്യണം. അങ്ങനെ ഒരു ഫീലിംഗ് നമുക്കുണ്ടോ? പള്ളിയിലേക്ക്, എന്റെ നാട്ടിലെ പള്ളിയിലേക്ക് കയറി പോകുമ്പോ ഒരു ഗൃഹാതുരത്വത്തിന്റെ അനുഭവം, ഒരു നൊസ്റ്റാൾജിയ, ഒരു ഹൃദയത്തിന്റെ സമാധാനം എനിക്ക് അനുഭവപ്പെടുന്നുണ്ടോ? എന്റെ ഹൃദയം പള്ളിയുമായി കെട്ടുപണഞ്ഞതാണ്, എന്റെ ഹൃദയം പള്ളിയിൽ തൂക്കിയിട്ടതാണ്. അങ്ങനെയുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹശ്റിന്റെ മൈതാനിയിൽ അപമാനിക്കില്ല, അവരെ അർശിന്റെ തണലിലേക്ക് മാറ്റി നിർത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്തതായി പ്രവാചകൻ പറയാണ്, നാലാമതായി, വറജുലാനി തഹാബ്ബാ ഫില്ലാഹി ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി. രണ്ടാളുകൾ, ആ ആളുകൾ പരസ്പരം സ്നേഹിച്ചു, അല്ലാഹുവിന് വേണ്ടി പരസ്പരം ഒരുമിച്ചു, അല്ലാഹുവിന് വേണ്ടി പരസ്പരം വേർപെട്ടു, അല്ലാഹുവിന് വേണ്ടി. നമ്മളൊന്ന് ഓർക്കുക, 1 മിനിറ്റ് ഒന്ന് ഓർക്കുക, 5 സെക്കൻഡ് ഒന്ന് ഓർക്കുക. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അറിയാം, എന്റെ ഉമ്മയെ. എന്തുകൊണ്ട്? അതെന്റെ ഉമ്മയായതുകൊണ്ട്. എന്റെ ബാപ്പയെ. എന്തുകൊണ്ട്? അതെന്റെ ബാപ്പയായതുകൊണ്ട്. എന്റെ അനുജനെ. എന്തുകൊണ്ട്? അതെന്റെ അനുജനായതുകൊണ്ട്. എന്റെ കുടുംബക്കാരെ, എന്റെ കുടുംബക്കാരനായതുകൊണ്ട്. പുറത്തുള്ളവർ, എനിക്ക് എന്തെങ്കിലും തരത്തിൽ ഉപകാരമുള്ളവർ, എന്റെ ബാല്യകാല സുഹൃത്തുക്കൾ, ആ ലിസ്റ്റുകളിൽ എവിടെയെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടോ? ഒരാളെ ഞാൻ സ്നേഹിക്കാൻ, അയാൾ കൃത്യമായി 5 വഖത്ത് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നു, അയാൾ സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നു, അയാൾ ഖുർആനുമായി അടുപ്പം കാണിക്കുന്നു, അയാൾ അള്ളാഹുവുമായി അടുപ്പം കാണിക്കുന്നു, അയാൾ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് അയാളോട് എനിക്ക് സ്നേഹമുണ്ട്, അയാളോട് എനിക്ക് ആദരവുണ്ട് എന്ന്
ആ ലിസ്റ്റിൽ, നമ്മുടെ സ്നേഹത്തിന്റെ ലിസ്റ്റിൽ എവിടെയെങ്കിലും നമുക്ക് കണ്ടെത്താൻ കഴിയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ കാറ്റഗറിയിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അഞ്ചാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വറജുലൻ ത്വലബതുഹു ഇംറഅതൻ ദാതി മൻസബിൻ വജമാൽ. അയാളെ ഒരു പെണ്ണ് ക്ഷണിക്കാൻ, എങ്ങനെയുള്ള പെണ്ണ്? വേശ്യയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുർമടപ്പുകാരിയല്ല. ദാതി മൻസബ്, തറവാടിത്തമില്ല. അതേപോലെ തന്നെ ജമാൽ, സൗന്ദര്യമുള്ള ഒരു പെണ്ണ് വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കാൻ. അപ്പൊ അയാൾ പറയാൻ, ഫഖാൽ ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് ഒരാൾ പറഞ്ഞ് പിന്മാറുകയാണെങ്കിൽ അവൻ ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വന്തത്തോടൊന്ന് ചോദിച്ചു, ഞാൻ എന്തുകൊണ്ട് വ്യഭിചരിക്കുന്നില്ല? ഓരോരുത്തരും അവരവരോട് ചോദിച്ചാൽ മതി, ഞാൻ എന്തുകൊണ്ട് വ്യഭിചരിക്കുന്നില്ല? എന്റെ ഭാര്യയെ പഠിച്ചിട്ട്, എന്റെ ഇമേജ് പഠിച്ചിട്ട്, എന്റെ സമുദായത്തെ പഠിച്ചിട്ട്, എന്റെ സംഘടനയെ പഠിച്ചിട്ട്, അല്ലെങ്കിൽ എനിക്ക് അവസരം കിട്ടാത്തത് കൊണ്ട്. ഭൂരിപക്ഷം ആളുകളും ഈ പറഞ്ഞ അഞ്ചാമത്തേലാണ് വിടുക. എനിക്ക് അവസരം കിട്ടുന്നില്ല, ആരും കാണാത്ത, ആരും അറിയാത്ത, ആരും മനസ്സിലാക്കാത്ത, പൂർണ്ണമായും മറച്ചു വെക്കപ്പെടുന്ന ഒരു അവസരം എനിക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ വ്യഭിചരിക്കുന്നില്ല. ആത്മാർത്ഥമായി ആരോടും പറയേണ്ട, സ്വന്തത്തോടെന്നെ പറഞ്ഞാൽ മതി. അങ്ങനെയാണ് നിങ്ങൾക്ക് മറുപടി കിട്ടുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വ്യഭിചരിക്കാതിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആ വ്യഭിചാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിനൊരു അർത്ഥവുമില്ല. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ആണത്വം കുറഞ്ഞതുകൊണ്ടല്ല മാറി നിന്നത്, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മാറി നിന്നത്. ഖുർആൻ പറയുന്നുണ്ട്, വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ. അവൾക്ക് യൂസുഫിൽ ആഗ്രഹം ജനിച്ചു, യൂസുഫിന് അവളിലും ആഗ്രഹം ജനിച്ചു. പക്ഷേ അവിടെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം എന്താ പറഞ്ഞത്? ഖാല റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ തദ്ഊനനി ഇലൈഹി വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത വർത്താനാണ് പ്രിയപ്പെട്ടവരെ, വല്ലാത്തൊരു വർത്താനാണിത്. സിരകളിലൂടെ രക്തം തുടിച്ചൊഴുകുന്ന യുവത്വത്തിന്റെ പ്രായത്തിൽ, എല്ലാ വികാരങ്ങളും അതിന്റെ തീക്ഷ്ണതയിൽ നിൽക്കുന്ന സമയത്ത്, ആരുമറിയാതെ തന്റെ വീടിന്റെ അകത്തളത്തിൽ വെച്ച് നടത്താൻ അവസരം കിട്ടിയ ഒരു വ്യഭിചാരത്തിന്റെ മുന്നിൽ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, റബ്ബിസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ തദ്ഊനനി ഇലൈഹി. അല്ലാഹുവേ, അവരെന്നെ ഏതൊന്നിലേക്കാണോ ക്ഷണിക്കുന്നത് അതിനേക്കാൾ എനിക്ക് പ്രിയങ്കരമായത് ജയിലറകളാണ് റബ്ബേ, തടവറയാണ് റബ്ബേ. വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിൻ. അല്ലാഹുവേ, എന്നെ ഈ ഒരു അവസരത്തിൽ നിന്ന് നീ മാറ്റിയില്ല എങ്കിൽ ഞാൻ അവരിലേക്ക് ചാഞ്ഞു പോകും, എന്റെ ഹൃദയം ചാഞ്ചാടിപ്പോകും. അതുകൊണ്ട് നീ എന്നെ രക്ഷിക്കണം നാഥ, നീ എന്നെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റിത്തരണം നാഥ എന്ന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ മാറി നിൽക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇനി ഒരു അവസരം കിട്ടിയാൽ ഇന്നി അഖാഫുല്ലാഹ്, അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമോ? എങ്കിൽ തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ അഞ്ചാമത്തെ കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുക തന്നെ ചെയ്യും. ആറാമതായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വറജുലൻ തസദ്ദഖ അഖ്ഫാ, ഒരു മനുഷ്യൻ അദ്ദേഹം ദാനം ചെയ്യുകയാണ്. എങ്ങനെ? രഹസ്യമായി. ഹത്താ ലാ തഅലമു ശിമാലുഹു മാ തുൻഫിഖു യമീനു, ഏതുവരെ അദ്ദേഹത്തിന്റെ ഇടത് കൈ അറിയില്ല അദ്ദേഹത്തിന്റെ വലത് കൈ എന്താണ് കൊടുക്കുന്നത് എന്ന്. അത്രമാത്രം രഹസ്യമായിട്ടുള്ള ദാനം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ, നിങ്ങളുടെ സ്വതക്കകളെ നിങ്ങൾ പാഴാക്കിക്കളയരുത്. എടുത്തു പറഞ്ഞുകൊണ്ടും ബുദ്ധിമുട്ടിച്ചുകൊണ്ടും. അള്ളാഹുവിന്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ സ്വതക്ക കൊടുക്കാൻ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ നമ്മൾ സഹായിക്കാൻ, കാലങ്ങൾക്ക് ശേഷം അയാളിൽ നിന്ന് എന്തെങ്കിലും ഒരു പരിഗണന, എന്തെങ്കിലും ഒരു അവഗണന നമ്മുടെ നിരക്കുണ്ടായാൽ നമ്മൾ പറയും, ഓനെ ഞാൻ എത്രമാത്രം സഹായിച്ചിട്ടുണ്ടെന്നറിയോ? ഓന്റെ മോളെ കല്യാണത്തിന്, ഓന്റെ മോന്റെ പഠിത്തത്തിന്, ഓന്റെ മോന്റെ ജോലിക്ക് എന്തെല്ലാം സഹായം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്, എന്നിട്ടൊരു നന്ദി ഓനില്ല എന്നൊരു വർത്താനം പ്രിയപ്പെട്ടവരെ നമ്മുടെ നാവിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ആ സ്വതക്ക കൊണ്ട് പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം, അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്കൊരു ഗുണമുണ്ടാവില്ല, ഒന്നുണ്ടാവില്ല. നമ്മൾ ആഗ്രഹിച്ചത് അയാളുടെ പരിഗണനയാണ്, അയാൾ മൈൻഡ് ചെയ്യലാണ്. യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങൾ അങ്ങനെയാണോ? അല്ല. വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. ഞങ്ങൾ നിങ്ങൾക്ക് ദാനം തരുന്നത് അള്ളാന്റെ വജ്ഹിന് വേണ്ടിയാണ് കേട്ടോ. നിങ്ങളിൽ നിന്നൊരു താങ്ക് യു, അല്ലെങ്കിൽ ഒരു പരിഗണന, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യുപകാരം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇതുപോലെ ദാനം ചെയ്യാൻ നമുക്ക് കഴിയണം.
ഒരാൾക്കങ്ങോട്ട് കൊടുത്താൽ അത് കൊടുത്തു, അല്ലാതെ അതിന്റെ പിന്നാലെ പോയിട്ട് ഓൻ എന്നെ നോക്കുന്നില്ലല്ലോ, ഓൻ എന്നോട് ചിരിക്കുന്നില്ലല്ലോ, ഓൻ എന്നോട് സലാം ചെല്ലുന്നില്ലല്ലോ, ഓൻ എന്നെ കല്യാണത്തിന്റെ 10 ദിവസം മുന്നേ പറഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ദാനം കൊടുക്കാത്ത. അങ്ങനെയുള്ള ദാനങ്ങൾ ഒരുപാടുണ്ട്. ആ ആളുകൾ ഈ കാറ്റഗറിയിൽ ഒരിക്കലും ഉൾപ്പെടില്ല. എങ്ങനെയാവണം? ഹത്താ ലാ തഅലം ശിമാലുഹു മാ തുൻഫിഖു യമീനു. അവന്റെ ഇടത് കൈ അറിയില്ല അവന്റെ വലത് കൈ എന്താണ് കൊടുത്തത്. അവന്റെ ഉമ്മയോ വാപ്പയോ അനുജന്മാരോ അനുജത്തുമാരോ ഭാര്യയോ മക്കളോ ആരും അറിയില്ല എന്താണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ ചെലവഴിച്ചതെന്ന്. അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണലിലേക്ക് മാറ്റി നിർത്തും. അവസാനമായി പ്രധാനമായി വളരെ പ്രധാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാറ്റഗറി ഏതെന്നറിയോ? വറജുലുൻ ദക്കറല്ലാഹ്. ഒരാൾ അയാൾ അള്ളാഹുവിനെ ഓർത്തു, ഖാലിയൻ ഒറ്റക്കിരുന്നിട്ട് ഫഫാദത ഐനാ, അങ്ങനെ ഓർത്തിട്ട് അങ്ങനെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകാൻ. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു ക്വാളിറ്റിയാണ് പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു രഹസ്യ സൂക്ഷിപ്പുകാരനുണ്ടായിരുന്നു. അതാരാണ്? മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് റസൂൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആരൊക്കെയാണ് മുനാഫിക്കുകൾ, ഇന്ന ആളുകളൊക്കെ മുനാഫിക്കുകളാണ് എന്ന് റസൂൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ റസൂലിന്റെ മരണശേഷം ഹുദൈഫനെ ഇങ്ങനെ നോക്കും. ഹുദൈഫ മയ്യത്ത് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു മയ്യത്ത് നിസ്കരിക്കും. ഹുദൈഫ റളിയല്ലാഹു അൻഹു മാറിക്കുന്നുണ്ടെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു മാറി നിൽക്കും. കാരണം റസൂൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ആരൊക്കെയാണ് മുനാഫിക്ക് എന്ന് ഹുദൈഫക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. ഒരാൾ വന്നിട്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാണ്, ഞാൻ ആ കൂട്ടത്തിലുണ്ടോ? ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒന്നും മറുപടി പറഞ്ഞില്ല. അദ്ദേഹം തിരിച്ചു ചോദിക്കാണ്, ഒറ്റക്കിരുന്ന് പടച്ചോനെ ഓർത്തിട്ട് എപ്പോഴെങ്കിലും കരയാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒറ്റക്കിരുന്നിട്ട് ആരും കാണാതെ ഇമാമായി നിസ്കരിക്കുമ്പോ കരഞ്ഞാൽ പേരും പെരുമയും കിട്ടും. ഖുതുബ പറയുമ്പോൾ കരഞ്ഞാൽ പേരും പെരുമയും കിട്ടും. പരിപാടികളിൽ തൊണ്ടയിടറി കണ്ണ് നിറച്ച് സംസാരിച്ചാൽ വലിയ മുത്തക്കിയാണ്, ഭയങ്കര സംഭവമാണെന്ന് ആളുകൾ പറയും. ഒറ്റക്കിരുന്ന് ആരോരും കാണാതെ സ്വന്തം ഭാര്യയും മക്കളും പോലും കിടന്നുറങ്ങുമ്പോ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ആരുടെയും അഭിനന്ദനത്തിന് ആഗ്രഹിക്കാതെ ഇരുന്ന് നീ കരഞ്ഞിട്ടുണ്ടോ? നിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ നീ മുനാഫിക്കല്ല, നിനക്ക് നിഫാഖിന്റെ അടയാളങ്ങളില്ല എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു. അത് ആ മനുഷ്യനോട് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മളോടൊക്കെയാണ്, ഓരോരുത്തരോടുമാണ്. ഒറ്റക്കിരുന്ന് കരയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അള്ളാനെ ഓർത്തിട്ട് കരയാൻ കഴിഞ്ഞിട്ടുണ്ടോ? കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ? ഖുർആൻ ഇങ്ങനെ ഇമാം ഓതുമ്പോ അതിന്റെ അർത്ഥത്തിലൂടെ സഞ്ചരിച്ച് അള്ളാഹുവിന്റെ മഹാത്മ്യത്തെ കുറിച്ചോർത്ത്, അള്ളാഹുവിന്റെ ജലാലിയത്തിനെ കുറിച്ചോർത്ത്, അള്ളാഹുവിന്റെ ഖുദ്റത്തുകളെ കുറിച്ചോർത്ത്, അള്ളാഹുവിന്റെ റഹ്മത്തുകളെ കുറിച്ചോർത്ത്, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിനെ കുറിച്ചോർത്ത് കരയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന്റെ അദാബിനെ കുറിച്ച് പഠിച്ച് കരയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആരെയും കാണിക്കാനല്ല, ഹൃദയം നൊന്ത് കരയാൻ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു വട്ടമെങ്കിലും അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പടച്ചറബ് പറഞ്ഞ ഈ കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ 7 വിഭാഗങ്ങളിലും ഉൾപ്പെട്ടുകൊണ്ട് ഭാഗ്യവാന്മാരായ രീതിയിൽ അള്ളാഹുവിന്റെ അർശിന്റെ തണലിൽ സുരക്ഷിതരായിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മേവരെയും നാഥൻ ഉൾപ്പെടുത്തുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.